ഒരാൾ ഹെൽപ്പ് ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കടയിലാണെങ്കിൽ ഞാൻ മുമ്പ് കടയിലുണ്ട്, ജോലി ചെയ്തിട്ടുണ്ടായി. ആ കടയിൽ ചെയ്യുന്ന സമയത്തും എനിക്ക് ഒരാൾ ഹെൽപ്പിന് വേണമായിരുന്നു സാധനം കൊടുക്കാൻ. ഇപ്പൊ സാധനം തൂക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും, ഫാദർ ഇല്ല അനിയൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ ആരെങ്കിലും കസ്റ്റമർ അടുത്ത് ഞാൻ പറയും, നിങ്ങൾ തന്നെ തൂക്കിയെടുത്തോ, എനിക്ക് നടക്കാൻ പറ്റില്ല. ഇരുന്നിടത്ത് തന്നെ ഇരുന്നിട്ട് അവർ തൂക്കി അവർ തന്നെ സാധനം പാക്ക് ചെയ്തിട്ട് അവർ തന്നെ എടുത്തിട്ട് എന്റെ കയ്യിൽ പൈസ തന്നിട്ട് അവർ പോകും. ചില ആൾക്കാർ പറയുന്ന സമയത്ത് ചില ആൾക്കാർ കൂട്ടാക്കൂല, വേറെ കടയിലേക്ക് പോകും, നിങ്ങൾക്ക് പറ്റില്ല പറഞ്ഞത്. ചില ആൾക്കാർ കൂടുതൽ പൈസ തന്നു, അങ്ങനെയൊക്കെ സംഭവത്തിലുണ്ടല്ലേ. ഒരാൾ എന്നെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് ഈ ഒരു കാർ സ്വന്തമായിട്ട് കാർ ഓടിക്കാനും പറ്റിയത് ഈ ഒരു ബിസിനസിന്റെ പവറാണ്. അപ്പൊ ഈ ഒരു കമ്പനിയുടെ പവറാണ്. ഒരാളെ സഹായം ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ബിസിനസ്സിൽ വന്നിട്ട് എന്ത് ചെയ്ത് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് കാർ ഓടിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കാറിലാണ് ഇരുന്ന് സംസാരിക്കുന്നത്. ഒന്നുമില്ലാതെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത് കൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളോട് സംസാരിക്കുന്ന ഫോണിന്റെ വില എന്ന് പറഞ്ഞാൽ 1,10,10,000 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മുമ്പ് റീചാർജ് ചെയ്യുന്നതിന് എന്റെ അടുത്ത് 1 രൂപയും ഉണ്ടായിരുന്നില്ല. ഒരു റീചാർജ് തീർന്നാൽ പോലും എനിക്ക് 3 ദിവസമല്ലേ വേണ്ടി വരുന്നു റീചാർജ് ചെയ്യാൻ വേണ്ടി. ആരെങ്കിലും പറഞ്ഞിട്ട് വേണം റീചാർജ് ചെയ്യുന്ന പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ പൈസ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു നിലയിൽ നിന്ന് സ്വന്തമായിട്ട് ഒരു ഇത്ര വലിയ ഒരു ഫോൺ മേടിക്കാൻ പറ്റിയത് ഈ ഒരു ബിസിനസ്സാണ്, ഈ ഒരു കമ്പനിയാണ്. ഒരു 2018 എനിക്ക് ഒരു വ്യക്തി എന്റെ കടയിലേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ ജംഗ്ഷൻ അല്ല, തൊട്ടടുത്ത ജംഗ്ഷനിൽ നിന്ന് ഒരു വ്യക്തി, ഓട്ടോ ഡ്രൈവർ, എന്റെ കടയിലേക്ക് വന്നിട്ട് കുറെ പ്രൊഡക്റ്റുമായിട്ട് പരിചയപ്പെടുത്തി. കുറെ പ്രൊഡക്റ്റുമായിട്ട് എനിക്ക് ഒന്നും അറിയില്ല ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്, ഈ കമ്പനിയെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സമയത്ത് കുറെ പ്രൊഡക്റ്റുമായിട്ട് ഇങ്ങനെ എന്റെ കടയിലേക്ക് വന്നിട്ട് എനിക്ക് മുമ്പ് പരിചയമുള്ള ആളായിരുന്നു. പക്ഷെ ഈ പ്രൊഡക്റ്റുമായിട്ട് വരുമ്പോൾ ഞാൻ കുറെ പ്രൊഡക്റ്റ് പറയുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് എന്നെ വല്ലാതെ ആകർഷിച്ചു. ഏത് പ്രൊഡക്റ്റ് പറഞ്ഞാൽ ലിവഗെയിൻ. ആ ഒരു പ്രൊഡക്റ്റ് ആകർഷിച്ചു. അതിനും കാരണമുണ്ട്. എന്ത് പറഞ്ഞാൽ എനിക്ക് ഈ അസിഡിറ്റിന്റെ പ്രോബ്ലം ഉണ്ടായി, ഗ്യാസ്ട്രിക് അസിഡിറ്റി പ്രോബ്ലം ഉണ്ടായി. ഞാൻ മംഗലാപുരം പോലെ കുറെ ഡോക്ടർമാരെല്ലാം കണ്ടിട്ടുണ്ടായി. മംഗലാപുരത്തെല്ലാം പോയിട്ട്, ഞങ്ങളെ വീട്ടിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഒരു 33 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ അവിടെ എല്ലാം ചികിത്സ നേടിയിട്ടുണ്ട്. പക്ഷെ ചികിത്സ നേടുന്ന സമയത്ത് മാത്രം എനിക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ആവുന്നായിരിക്കും. പക്ഷെ ഇത് വീണ്ടും ഇങ്ങനെ തന്നെ ആ ഒരു മരുന്ന് കുടിക്കാത്ത സമയത്ത് വീണ്ടും അതേ പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറെ കണ്ടിട്ട് ഞാൻ അതിന് ഒരു പരിഹാരം കിട്ടില്ലായിരുന്നു. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് തീരുമാനിച്ചു. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് അയാളൊന്ന് മേടിച്ചിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരാഴ്ച കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ മാറ്റം വന്നു. എന്റെ ബോഡിയിൽ നല്ല മാറ്റം വന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഡൈജഷൻ പ്രോബ്ലം എല്ലാം ഉണ്ടാവും. എക്സസൈസ് ഉണ്ടാവില്ല, അപ്പൊ ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ആക്കിയിട്ട് നല്ല രീതിയിൽ എന്റെ ബോഡിയിൽ നല്ല മാറ്റം വന്നു. മാറ്റം വന്ന സമയത്ത് ഞാൻ അയാളടുത്ത് ഫോൺ വിളിച്ചു ചോദിച്ചു, ഇത് നല്ല പ്രൊഡക്റ്റ് ആണല്ലോ, എനിക്ക് കുറെ നാളുണ്ടായ ഒരു പ്രശ്നം ഉണ്ടായി, ഇങ്ങനെ ഒരു പ്രശ്നം. അപ്പൊ അത് എനിക്ക് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതെന്താണ് സംഭവം, എനിക്ക് ഒരു ബോട്ടിൽ കൂടി വേണം. ഈ ഒരു പ്രൊഡക്റ്റ് ലിവഗെയിൻ സിറപ്പാണ് ഞാൻ മേടിച്ചത്, ഒരു ബോട്ടിൽ കൂടി എനിക്ക് വേണം. ഇതിന് കിട്ടാൻ സാധ്യത ഉണ്ടോ, അങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങളൊരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യണം. പക്ഷെ ഞാൻ ഇയാളടുത്ത് ഒരേ കാര്യം ചോദിച്ചു. എന്ത് പറഞ്ഞാല് ഞാൻ ഓൾറെഡി കടയിലുള്ളല്ലേ. അപ്പൊ ഞാൻ അയാളടുത്ത് ചോദിച്ചു, പ്രോഗ്രാമിന് എന്തിനായിട്ട് ചെയ്യുന്നത്, ഞങ്ങളിപ്പോൾ കടയിൽ നിന്ന് സാധനം മേടിക്കുന്നല്ലേ, ഓൾറെഡി മെഡിക്കലിൽ നിന്ന് അതുപോലെ തന്നെ കടയിൽ നിന്ന് ഇങ്ങനെയൊക്കെ പ്രൊഡക്റ്റ് എല്ലാം മേടിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും പ്രോഗ്രാം ഒന്നും ഇല്ലല്ലേ. എനിക്കൊന്നും അറിയില്ല ഇങ്ങനത്തെ ബിസിനസ് എനിക്ക് ഒന്നും അറിയില്ല. പക്ഷെ ഈ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു അയാളടുത്ത്, പ്രോഗ്രാമിന് എന്തിനായിട്ട്, എനിക്ക് ആ പ്രോഡക്റ്റ് കിട്ടിയാൽ മതി, നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്, അതെനിക്ക് തന്നാൽ മതി, എനിക്ക് പ്രോഗ്രാമിനൊന്നും വരാൻ സമയമില്ല. അപ്പൊ നിങ്ങൾ ആ പ്രോഡക്റ്റ് എന്റെ കടയിലേക്ക് എത്തിച്ചു തരണം, നിങ്ങൾ അന്ന് തന്ന മാതിരി കൊണ്ട് തന്നാൽ മതി. അപ്പൊ അയാള് എന്തായാലും വിട്ടില്ല, നിർബന്ധിച്ച് എന്നെ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരെയാണ് ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലം. അപ്പൊ എന്റെ അടുത്ത് വണ്ടി ഉണ്ടായിരുന്നു, ഓൾറെഡി സർക്കാരിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു വണ്ടി, സൈഡ് വീൽ വിട്ടാക്കിയത്, സൈഡ് ഓൾട്രേഷൻ ആക്കിയ ഒരു വണ്ടിയാണ്. ആ ഒരു വണ്ടിയിൽ ഞാൻ ആ പ്രോഗ്രാം സെന്ററിലേക്ക് പോയി. പോകുന്ന സമയത്ത് ഇങ്ങനെ 5 കിലോമീറ്റർ ദൂരെയാണ്, ഞങ്ങൾ വീട്ടിൽ 5 കിലോമീറ്റർ ദൂരെയാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. അങ്ങനെ പോയിട്ട് നമുക്ക് അവിടെ ആ പ്രോഗ്രാമിന്റെ അടുത്ത് എത്തിയിട്ട് അയാൾക്ക് വിളിച്ചു, എനിക്ക് പ്രൊഡക്റ്റ് തന്ന ആളുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പൊ അയാൾ പറഞ്ഞു, ഇവിടെ പ്രോഗ്രാം നടക്കുന്നത് 2ാമത്തെ നിലയിലാണ് പ്രോഗ്രാം നടക്കുന്നത്, അപ്പൊ അവിടെ എന്തായാലും നിങ്ങൾ വരണം പറഞ്ഞു. അങ്ങനെ ഞാൻ
രണ്ടാമത്തെ നിലയിൽ പറഞ്ഞിട്ടാകുമ്പോ ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് അവിടെ കയറാൻ പറ്റൂല, രണ്ടാമത്തെ നിലയിൽ എനിക്ക് കയറാൻ പറ്റൂല, ഞാന് ഉം, ആ പ്രോഡക്റ്റ് എനിക്ക് തന്നാലും മതി, ഞാൻ തിരിച്ചു പോകാൻ പറഞ്ഞു. അപ്പൊ വിട്ടില്ല. പിന്നെ ഞാൻ വരാൻ പറഞ്ഞു, നിൽക്കാൻ പറഞ്ഞു അടുത്ത താഴെ നിന്നിട്ടാകുമ്പോ ഞാൻ അയാള് ഒരു 2 പേര് കൂട്ടിക്കൊണ്ട് താഴെ വന്നു. വന്നിട്ട് എന്നെ എടുത്തുകൊണ്ട് ആ പ്രോഗ്രാം സെറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഇരുത്തിയതിനു ശേഷം അവിടുന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞോണ്ടായി, ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടെല്ലാം പറഞ്ഞോണ്ടായി. പിന്നെ അവസാനമായിട്ട് ഇത് റോബോട്ട് കിയോസക്കി, റിച്ച് ഡാഡ് പുവർ ഡാഡ് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടായി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായി, എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ട്. അത് മാത്രമേ എനിക്ക് അവിടെ നിന്ന് മനസ്സിലായത്. അപ്പൊ ഞാൻ കുറച്ചും കൂടി പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ എന്റെ വീട്ടിലേക്ക് കുറച്ച് ലീഡർമാരുമായിട്ട് വന്ന് ഓർ പ്രൊഡക്റ്റ് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഒരു 10,000 പ്രൊഡക്റ്റ് എടുക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ആദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞു, പ്രൊഡക്റ്റ് എടുക്കാൻ പൈസ ഇല്ല. അപ്പൊ വീണ്ടും അവർ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താണ് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു 1 മാസം കഴിയിട്ട് പിന്നെ എടുക്കാം, ഇപ്പൊ എന്നും എൻ്റെ പൈസ ഇല്ല പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു 1 മാസം കഴിഞ്ഞാൽ എവിടുന്ന് പൈസ ആവും അങ്ങനെ ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു 1 മാസം കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇവിടെ ബിസിനസ് ചെയ്തിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് എടുക്കാം, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ അയാൾ വീണ്ടും ചോദിച്ചു എത്ര കൊല്ലമായി നിങ്ങൾ കട നടത്തുന്നത്? ഞാൻ പറഞ്ഞു ഒരു 10 കൊല്ലാവും ഞാൻ കട നടത്തുന്നത്. അപ്പൊ 10 കൊല്ലമായിട്ട് ഒരു 10,000 എടുക്കാൻ നിന്റെ അടുത്തില്ല അല്ലെ? അപ്പൊ ആ ഒരു 10,000, 10 കൊല്ലം നീ പണിയെടുത്തിട്ട് ഒരു 10,000 എടുക്കാനില്ലാത്ത ഒരു ആള് ഇനി 1 മാസം കഴിഞ്ഞാൽ ആ 10,000 നിന്നോട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഇതായി, ഇനി അത് ഞാൻ ശരിയാണല്ലോ, ഇയാൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇത്ര കൊല്ലമായിട്ട് ഞാൻ പണിയെടുത്ത് ഇത് കടയിൽ ബിസിനസ് ചെയ്തിട്ടും ഒന്നുമില്ല. പക്ഷെ അന്നത്തെ ചെലവ് പോന്നല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, സേവിങ് ആയിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അയാളെ ചോദ്യത്തിൽ എനിക്ക് കറക്റ്റ് ആണെന്ന് തോന്നി. അപ്പൊ അയാൾ പറഞ്ഞു പണം ഇടുന്നെങ്കിൽ ഉണ്ടാക്കണം. അങ്ങനെ എന്റെ ഫാദറിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം ഞാൻ കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തി കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് ഞാൻ യൂസ് ചെയ്തു, കുറച്ചും നമ്മളെ ഫാമിലിക്ക് എല്ലാം കൊടുത്തു. അങ്ങനെ കൊടുത്തവിടെ നല്ല റിസൾട്ട് കിട്ടി. റിസൾട്ട് കിട്ടിയ ശേഷം ഞാൻ ഇതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ പ്രോഗ്രാമെല്ലാം അറ്റൻഡ് ചെയ്തു. കുറെ നല്ല രീതിയിൽ പ്രോഗ്രാമിൽ ഇതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോടെ ഞാൻ പ്രോഗ്രാമെല്ലാം കുറെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഒരു പ്രോഗ്രാമാണ് കിട്ടിയത്, വയനാട്ടിൽ വെച്ചിട്ട് റെസിഡന്റൽ ട്രെയിനിങ് എന്നൊരു പ്രോഗ്രാം എനിക്ക് കിട്ടി. ആ ഒരു പ്രോഗ്രാം കിട്ടിയ ശേഷം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ജീവിതത്തിൽ ഒറ്റയ്ക്ക് പണിയെടുത്തവർ ആരും സക്സസ് ആയിട്ടില്ല, വിജയിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ വിജയിച്ച ആൾക്കാരെല്ലാം ഒരു ടീമിന്റെ കൂടെ നിന്നവർ മാത്രം. അപ്പൊ ഞങ്ങൾ സമൂഹത്തിലായാലും നമ്മളെ നാട്ടിലായാലും നോക്കിയാൽ ഈ വിജയിച്ച ആൾക്കാരെല്ലാം ഓരോ കൂടെ ഒരു വലിയൊരു ടീം ഉണ്ടാവും അല്ലെ. ഒറ്റ പണിയെടുത്ത് ആരും വിജയിച്ചിട്ടില്ല. അതെനിക്കൊരു കാര്യം മനസ്സിലായി. അവിടുന്ന് ഞാൻ ശക്തമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കാൻ തുടങ്ങി, ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 1,50,000 പ്രൊഡക്റ്റ് എടുത്തിട്ട് ആ സമയത്ത് ഈ കൊറോണ കഴിഞ്ഞ സമയത്താണ് ഈ ബിസിനസ് എനിക്ക് കിട്ടിയത്. ആ സമയത്ത് ഡിസ്ട്രിബ്യൂട്ടർ തന്നെ പെർഫോമൻസ് ബോണസ് അച്ചീവ് ചെയ്യാൻ പറ്റും. ആ ഒരു സമയത്ത് ഞാൻ തീരുമാനിച്ചു എന്തായാലും പെർഫോമൻസ് ബോണസ് അച്ചീവ് ചെയ്തിട്ട് ഇതിൽ ഞാൻ എന്തായാലും കാണിച്ചു കൊടുക്കണം. അങ്ങനെ 1,50,000 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ഞാൻ പെർഫോമൻസ് ബോണസ് അച്ചീവായി. അങ്ങനെ ശക്തമായിട്ട് ബിസിനസ് ഏറ്റെടുത്തു, ചെയ്യാൻ തുടങ്ങി. ഞാൻ ഈ ഫോട്ടോ എല്ലാം എൻ്റെ ഫാമിലിക്കെല്ലാം കാട്ടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ എൻ്റെ കടയിലേക്ക് ഒരു വ്യക്തി വന്നുണ്ടായി, ലൈൻ സെയിലുമായി ഈ ലേസ് അങ്ങനത്തെ കുറെ പ്രൊഡക്റ്റുമായിട്ട് എൻ്റെ കടയിലേക്ക് ഡെയിലി ഒരു വ്യക്തി വന്നുണ്ടായി. അയാളെടുത്ത് ഈ ബിസിനസ് ഞാൻ പറഞ്ഞു. പക്ഷെ അയാള് അതൊന്നും കൂട്ടാക്കില്ല. പക്ഷെ അയാൾ വീട്ടിലേക്ക് ഞാൻ ഇങ്ങനെ അയാൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം അയാൾ വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞു, ഒരു പ്രോഗ്രാമിനെ അയാൾ ക്ഷണിച്ചു, നിങ്ങൾ എന്തായാലും പ്രോഗ്രാമിന് വരണം, നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വന്നതാണ് പ്രോഗ്രാം ക്ഷണിക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ എന്തായാലും നിങ്ങൾ വന്നേ പറ്റൂ. അങ്ങനെ പറഞ്ഞിട്ട് അയാളെ പ്രോഗ്രാമിലേക്ക് ഞാൻ ക്ഷണിച്ച സമയത്ത് അയാൾ വരാൻ പറഞ്ഞിട്ട് ആ ഒരു പ്രോഗ്രാമിലേക്ക് അറ്റൻഡ് ചെയ്തു. ആ ഒരു പ്രോഗ്രാം സെലിബ്രേഷൻ പ്രോഗ്രാം ആയിരുന്നു. ആ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തപ്പോൾ അയാൾ വന്നത്. ആ ഒരു പ്രോഗ്രാമിൽ വന്ന സമയത്ത് അവിടെ 100 രൂപയാണ് ഹോളിന്റെ എൻട്രി ഫീസ്. അപ്പൊ ആ 100 രൂപ എൻട്രി ഫീസ് കൊടുക്കുന്ന ആ പ്രോഗ്രാമിൽ അവസാനമായിട്ട് ഒരു നറുക്കെടുപ്പുണ്ടായി. അതിൽ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് അങ്ങനെയൊക്കെ നറുക്കെടുപ്പുണ്ടായി. പക്ഷെ ഇയാളെ ഞാൻ കൊണ്ടുവന്ന വ്യക്തി ഇങ്ങനെ പ്രോഗ്രാമിലേക്ക് കേട്ടു. ആ അവസാനം നറുക്കെടുക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടുവന്ന വ്യക്തിക്കാണ് അവിടെ ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമായി. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ ഒരാളെയാണ് പ്രോഗ്രാമിന് എത്തിക്കുന്നത്.
ആ ഒരു ആളെ തന്നെ ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ചല്ലോ എന്ന് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ അവിടെ സ്റ്റേജിൽ കയറിയില്ലെങ്കും ഞാൻ കൊണ്ടുവന്ന ഈ വ്യക്തി അവിടെ സ്റ്റേജിലേക്ക് കയറാൻ പറ്റി അവിടെ അന്ന് ആ സമയത്ത്. അപ്പൊ എനിക്ക് എന്തായാലും ഇതായി ഇയാൾ എന്തായാലും ബിസിനസ് ഏറ്റെടുക്കും, ഇയാൾ ചെയ്യും, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാനും അയാളെ കൂടി കുറച്ചും ഇത് ചെയ്തു, ഫോക്കസ് ചെയ്ത സമയത്ത് ഞാൻ ടി സി എന്ന സമയത്ത് അയാൾ ATC റാങ്കിലെത്തി. ATC റാങ്കിലെത്തിയിട്ട് അയാളെ കൂടെ ഇങ്ങനെ കർണാടക പോലെ കുറെ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ അയാളെ ഫോക്കസ് ചെയ്തുകൊണ്ടായി. അയാളെ കൂടെ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ട് അയാളെ കൂടെ ഒരു വലിയൊരു ടീമിനെ ബിൽഡപ്പ് ചെയ്തു, ക്രിയേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഒന്നും വരുമാനമൊന്നും കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് ഇതൊന്നും അറിയില്ല, ഇതിന്റെ വാർക്ക് 1 വാർക്ക് 2 അങ്ങനൊന്നും എനിക്കറിയില്ല. ഒരാൾ വന്നാൽ എന്റെ കൂടെ വന്നാൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ലീഡർമാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നോക്കാം ഇപ്പർ സൈഡ്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പർ സൈഡ് ഒന്നും കാണുന്നില്ല, ഞങ്ങൾ ബിസിനസ് ഒന്നും കാണുന്നില്ല. പക്ഷെ ബിസിനസ് കയറുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്, പക്ഷെ വരുമാനമായിട്ട് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ലീഡേഴ്സ്മാർ ചോദിച്ചിട്ട് പറഞ്ഞു നിന്റെ വാർക്ക് 1 ഇതിന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അത് വാർക്ക് 2 ആണ് ഡെവലപ്മെന്റ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെയൊക്കെ ഒരു വ്യക്തിയെ കൊണ്ടുവരണം. അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഒരു ആളടുത്ത് വീട്ടിൽ തന്നെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ബിസിനസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാൾ ആ ബിസിനസ് പറഞ്ഞു വന്ന ഒരു കാരണത്താൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ചെയ്തിട്ടുണ്ട് എന്റെ വീട്ടിലെല്ലാം. അതാരല്ല, എന്റെ പെങ്ങളുടെ ഭർത്താവാണ്, ചെറിയ പെങ്ങളുടെ ഭർത്താവ്. അയാളടുത്ത് ബിസിനസ് പറഞ്ഞു, അപ്പൊ അയാൾ ഭയങ്കരമായി നെഗറ്റീവ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ എപ്പോ വീട്ടിൽ വന്നാലും ഭയങ്കര നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞിട്ടേ ഉണ്ടായി. അയാളെ ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് ഒരു ആദ്യമായിട്ട് ബിസിനസ് പറഞ്ഞ വ്യക്തിയാണ് അയാള്. അപ്പം നെഗറ്റീവ് പറഞ്ഞത് കൊണ്ട് പിന്നെ അയാളടുത്ത് പറയാൻ പോയിട്ടില്ല. പക്ഷെ ഡെയിലി ഇങ്ങനെ പെങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ഒരു പേസ്റ്റ് അയാൾ ഇങ്ങനെ കൊടുത്തോണ്ടായി. ഡെയിലി ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു പേസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പെങ്ങളെ കയ്യിൽ കൊടുത്തോണ്ടായി. അങ്ങനെ ഒരു ദിവസം അയാൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് നാളെ ജോലിക്ക് പോകാനുണ്ടോ ചോദിച്ചു. അയാൾ ഓൾറെഡി വയറിങ് പ്ലംബിങ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ അയാൾ പറഞ്ഞു എന്തായാലും നാളെ എനിക്ക് ലീവാണ്, ഞാൻ ജോലിക്ക് പോകുന്നില്ല, നാളെ ലീവ് ആക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും നാളെ ലീവല്ലേ, അപ്പൊ എന്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു. ഞാൻ ബിസിനസ് ആണോ പ്രോഗ്രാം ആണോ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എന്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് വരണം പറഞ്ഞു. അപ്പൊ അവിടെ സ്റ്റെപ്പ് കയറാനുണ്ട്, എനിക്ക് ഇത് കയറാൻ പറ്റില്ല, അപ്പൊ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരണം അങ്ങനെ പറഞ്ഞു. അങ്ങനെ അയാള് വരാൻ സമ്മതിച്ചു ഞാൻ പറഞ്ഞതുകൊണ്ട്. അങ്ങനെ വരാൻ സമ്മതിച്ചത് കൊണ്ട് അപ്പൊ അവിടെ ഞാൻ അയാളെ കൂട്ടിക്കൊണ്ടുപോയത്, എന്റെ സ്കൂട്ടിയിൽ ഇരുത്തിക്കൊണ്ട് അയാളെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു പ്രോഗ്രാം സെന്ററിലാണ് കൊണ്ടുപോയത്. ആ ഒരു പ്രോഗ്രാം സെന്ററിൽ സ്റ്റെപ്പ് കയറാനൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ലിഫ്റ്റ് എല്ലാം ഉണ്ടായി. പക്ഷെ അയാളെ ഞാൻ ഈ പ്രോഗ്രാം ഇരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊണ്ടുപോയത്. അപ്പൊ അവിടുന്ന് പ്രോഗ്രാം എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് ഒരു ITC ലീഡറാണ് അവിടെ കൺക്ലൂഡിങ് എത്തിയത്. ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആയിരുന്ന ഒരു വ്യക്തിയാണ് അവിടെ എത്തിയത്. അപ്പൊ ആ ഒരു പ്രോഗ്രാം കേട്ട അവസാനം അയാൾ എൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചതാണ്. എന്ത് പറഞ്ഞാൽ നിങ്ങൾ ഈ കാര്യം എൻ്റെ അടുത്ത് ആദ്യം എന്താ പറയാത്ത, ആദ്യമായിട്ട് എന്താ ഈ കാര്യം എൻ്റെ അടുത്ത് പറയാത്ത, അത് മാത്രം എൻ്റെ അടുത്ത് ചോദിച്ചു. ഇത്ര നല്ല ബിസിനസ് ആയിരുന്നു വസ്ത്രപ്പോ, പക്ഷെ നീ എൻ്റെ അടുത്ത് ഇത് ആദ്യം പറഞ്ഞിട്ടില്ലല്ലേ, അങ്ങനെയാണ് അയാൾ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ 8 മാസമായി ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടേ, നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് 8 മാസമായി, അത് ഇതന്നെയല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടേ, നിങ്ങൾ ഈ നെഗറ്റീവ് ചെയ്തിട്ടുണ്ടായി. എപ്പോ വന്നാലും എന്റെ ഫാദറിനോട് എപ്പോഴും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായി, ഇത് അസ്രഫ് എന്തിനാ ഇത് ചെയ്യുന്നത്, ഇവൻ ഈ കടയിൽ ബിസിനസ് ചെയ്താൽ പോരെ, ഇത് ഇങ്ങനത്തെ ബിസിനസ് അല്ല എന്തിനാ ഇവൻ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഈ ആ വ്യക്തിയും എന്റെ അളിയാക്കയും ഈ ബിസിനസ് ഏറ്റെടുക്കാൻ തുടങ്ങി, നല്ല രീതിയിൽ ഏറ്റെടുക്കാൻ തുടങ്ങിയ സമയത്ത് ഇപ്പൊ അദ്ദേഹം ഒരു STC റാങ്കിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒരു നെഗറ്റീവ് പറഞ്ഞ ആള് ഇപ്പൊ STC റാങ്കിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തിയും STC റാങ്കിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് തുടങ്ങിയ ബിസിനസ് ഇപ്പൊ എന്റെ കൂടെ ഒരു 6 വ്യക്തിയോളം ഞാൻ ലീഡേഴ്സ്മാർ, STC അബോ ലീഡർമാർ 6 വ്യക്തിയോളം എന്റെ ടീമിൽ തന്നെ ഉണ്ട്. 5 STCയും ഒരു RTC ലീഡറും എന്റെ ടീമിൽ തന്നെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പവർ എന്റെ പവർ അല്ല, ഒരു ടീമിന്റെ പവറാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു തീരുമാനം കറക്റ്റ് ഉണ്ടെങ്കിൽ ഏത് വിജയത്തിലും എത്താൻ പറ്റും. ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ് പെർഫോമൻസ് ബോണസ് അച്ചീവ് ചെയ്യുന്നത് ഇപ്പൊ 11 മാസമായി. ഈ മാസം പെർഫോമൻസ് അടിച്ചാൽ 12 മാസമായി, ഒരു കൊല്ലായി കണ്ടിന്യൂ ആയിട്ട് പെർഫോമൻസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ആദ്യം ഒരു TC റാങ്കിലേക്ക് എത്തണമെങ്കിൽ 1 കൊല്ലത്തെയാണ് TC റാങ്കിലേക്ക് എത്തിയത്, എത്താൻ പറ്റി. 1 കൊല്ലം കൊണ്ട് TC റാങ്കിലേക്ക് എത്തിയത്. അപ്പൊ TC റാങ്ക് എത്തി എല്ലാവർക്കും ഇവിടെ അറിയാം അല്ലെ, എത്ര വരുമാനം കിട്ടും, 1 കൊല്ലത്തിൽ എനിക്ക് എത്ര വരുമാനം കിട്ടി എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ നിന്ന് ഒരു ATC റാങ്കിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് 6 മാസത്തെ കൊണ്ട് എത്താൻ പറ്റി. ആ ATC റാങ്കിൽ നിന്ന് STC റാങ്കിലേക്ക് വെറും 8 മാസം കൊണ്ട് ഞാൻ എത്തിയിട്ടുണ്ട്.
അതുപോലെ തന്നെ STC റാങ്കിൽ നിന്ന് വെറും 7 മാസം കൊണ്ടാണ് ഞാൻ RTC റാങ്കിലേക്ക് എത്തിയത്. ഇപ്പൊ RTC റാങ്കിൽ എത്തിയിട്ട് ഒരു 4 മാസമായി. ഇപ്പൊ എനിക്ക് 1,30,30,00,000 ഇപ്പൊ മാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ബിസിനസ്. അപ്പൊ കണ്ടിന്യൂ ആയിട്ട് പെർഫോമൻസ് ബോണസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നല്ലേ, ഒരു ആഴ്ചയിൽ 2,10,000 അല്ലെ, എല്ലാ ആഴ്ചയും നേടാൻ പറ്റും. 2,10,000 ഈ ബിസിനസ്സിൽ നേടാൻ പറ്റും. പക്ഷെ ആ ഒരു എമൗണ്ടിലേക്ക് എത്തിയില്ലെങ്കിലും എനിക്ക് ഒരാഴ്ച കൊണ്ട് 98,000 കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. കമ്പനിയുടെ ഗോൾഡ് കോയിൻ ഞാൻ കോൺടെസ്റ്റ് വിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ടൂറും ഞാൻ 50,000 അതിൽ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എമൗണ്ട് എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറയുന്നില്ല, പറഞ്ഞെങ്കിൽ ഇതിനെല്ലാം കാരണം ഒരു ടീമാണ്. എന്റെ ഒരു ഇതല്ല, എന്റെ ഒരു കഴിവല്ല. പക്ഷെ എന്നെ ഞാൻ പറഞ്ഞല്ലേ, എന്നെ ഒരു എവിടെ പോകണമെങ്കിലും ഒരാൾ ഹെൽപ്പ് ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കടയിലാണെങ്കിൽ ഞാൻ മുമ്പ് കടയിലുണ്ട്, ജോലി ചെയ്തോണ്ടായി. ആ കടയിൽ ജോലി ചെയ്യുന്ന സമയത്തും എനിക്ക് ഒരാൾ ഹെൽപ്പിന് വേണമായിരുന്നു സാധനം കൊടുക്കാൻ. ഇപ്പൊ സാധനം തൂക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും, ഫാദർ ഇല്ല അനിയൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ ആരെങ്കിലും കസ്റ്റമർ അടുത്ത് ഞാൻ പറയും, നിങ്ങൾ തന്നെ തൂക്കിയെടുത്തോ, എനിക്ക് നടക്കാൻ പറ്റില്ല. ഇരുന്നിടത്ത് തന്നെ ഇരുന്നിട്ട് അവർ തൂക്കി അവർ തന്നെ സാധനം പാക്ക് ചെയ്തിട്ട് അവർ തന്നെ എടുത്തിട്ട് എന്റെ കയ്യിൽ പൈസ തന്നിട്ട് അവർ പോകും. ചില ആൾക്കാർ പറയുന്ന സമയത്ത് ചില ആൾക്കാർ കൂട്ടാക്കൂല, വേറെ കടയിലേക്ക് പോകും, നിങ്ങൾക്ക് പറ്റില്ല പറഞ്ഞിട്ട്. ചില ആൾക്കാർ കൂടുതലിന്റെ പൈസ തരുന്നു, അങ്ങനെയൊക്കെ സംഭവത്തിലുണ്ടല്ലേ. അപ്പൊ ഒരാളെ സഹായം ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ബിസിനസ്സിൽ വന്നിട്ട് എന്ത് ചെയ്ത് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് കാർ ഓടിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കാറിലാണ് ഇന്ന് സംസാരിക്കുന്നത്. ഞാനിപ്പോ പോകുന്നത് ഒരു വർക്കിന്റെ സ്ഥലത്തേക്കാണ്. ഞാനിപ്പോ വർക്കിനാണ് പോകുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ എത്രത്തോളം ആക്റ്റീവായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ ടൈമിങ്സ് എത്രത്തോളം നിങ്ങൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റൂ. ഇപ്പൊ ഞാൻ പറയുന്നില്ലേ, നിങ്ങളിപ്പോ എല്ലാവരും യൂട്യൂബ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം കുറെ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ, മൊബൈലെല്ലാം യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരു ഇൻസ്റ്റാഗ്രാം ഒരു റീൽസ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു 6 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെ റീൽസ് ഉണ്ടാവും. പക്ഷെ ആ റീൽസ് നോക്കുന്ന സമയത്തും നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടുണ്ടാവും. പക്ഷെ ഒരു സമയത്ത് നിങ്ങൾ ഒരു 10 റീൽസ് നോക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എത്ര 6 സെക്കൻഡിന്റെ ഒരു വീഡിയോ ആണെങ്കിൽ 10 വീഡിയോ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 സെക്കൻഡ് സമയം അവിടെ ഇത് ചെലവാകും അല്ലെ. അതുപോലെ തന്നെ ഒരു മാസം നോക്കുമ്പോൾ എത്ര ചെലവാകും? അങ്ങനെ കണക്ക് കൂട്ടിയാൽ നിങ്ങളെ സമയങ്ങൾ ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടേ ഉണ്ടാവും അല്ലെ. ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഈ ബിസിനസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ ഒന്ന് മൈൻഡ് ആക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഇതിൽ അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സമയത്തിന് വില കൊടുക്കണം. എത്രത്തോളം ഞങ്ങൾ സമയം ഇത് ചെയ്യുന്നു, അത് അത്രത്തോളം ഇതിൽ സക്സസ് ആവാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം, അതുപോലെ തന്നെ വീട്ടുകൂടൽ, ഇങ്ങനെയൊക്കെ കുറെ ഫംഗ്ഷനുകൾ നടക്കുന്നുണ്ടാവും അല്ലെ. ഇപ്പൊ ഞാൻ ഈ ബിസിനസ്സിൽ വന്ന ശേഷം വരുന്നതിന് മുമ്പ് കുറെ കല്യാണത്തിന് കൂടിയിട്ടുണ്ട്, കുറെ വീട്ടുകൂടൽ അങ്ങനെല്ലാം പോയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ഒന്നും പോകില്ല. പറഞ്ഞെങ്കിൽ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് സമയം അവിടെ പോയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് പിന്നെ അപ്പൊ തന്നെ വരും. എന്തുകൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ എന്തുകൊണ്ട് എന്റെ ഫാമിലിയിൽ തന്നെ ഒരു ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എന്റെ ഉമ്മന്റെ അനിയത്തിന്റെ ഭർത്താവ്. അയാള് എപ്പോഴും ബിസിയുള്ള വ്യക്തിയാണ്. നമ്മുടെ ഫാമിലി തന്നെ ബിസിയുള്ള വ്യക്തി. അയാള് ഒരു കല്യാണത്തിന് എവിടെ ക്ഷണിച്ചാലും പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂർ തന്നെ ഉണ്ടാവും ആ കല്യാണ വീട്ടിൽ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ അയാൾ പോകും. എപ്പോഴും തിരക്കുണ്ടാവും. പറഞ്ഞെങ്കിൽ അയാളടുത്ത് ആരും ചോദിക്കൂല, നിങ്ങൾ എന്താ മുമ്പ് വരാത്ത, ഒരു ദിവസം മുമ്പ് എന്താ വരാത്ത, നീ കല്യാണത്തിന് എന്താ പെട്ടെന്ന് വരുന്നൊന്നും ചോദിക്കില്ല. പറഞ്ഞെങ്കിൽ അയാളുടെ സമയം, അയാളുടെ ഇത് വിലപ്പെട്ട സമയം എല്ലാവർക്കും അറിയാം അല്ലെ. അതേപോലെ ഈ ബിസിനസ്സിൽ നിങ്ങൾ ഒരു വിലപ്പെട്ട ആളായിട്ട് മാറണം, ഒരു ബിസിയുള്ള ആളായിട്ട് മാറണം. അങ്ങനെ ആയാലേ ഇവിടെ സക്സസ് ആവാൻ പറ്റൂ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡെയിലി ഒരു 6 മണിക്ക് ഇറങ്ങിയാൽ വീട്ടിലേക്ക് എത്തുന്നത് 12 മണിക്കാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരാളെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു 6 മാസമായി ഞാൻ സ്വന്തമായിട്ട് കാർ മേടിച്ചിട്ട്, ഇപ്പൊ എനിക്ക് കാറൊന്നും ഓട്ടാൻ അറിഞ്ഞില്ല. മുമ്പ് അറിയില്ലായിരുന്നു, എനിക്ക് അറിഞ്ഞിട്ടില്ല. പറഞ്ഞെങ്കിൽ എനിക്ക് മുമ്പ് ഒരു ഡ്രീം ഇല്ലായിരുന്നു കാർ ഓട്ടാൻ പറ്റും പറഞ്ഞിട്ട്. എന്ത് പറഞ്ഞാലും ഒരു കാലം എനിക്ക് ഫുള്ളായിട്ട് സ്വാധീനമില്ലാത്ത ഒരു ഇതാണ്. ഇപ്പൊ നടക്കാൻ പറ്റില്ല, ഒരു കാലിന് മാത്രം കുറച്ചും കൂടി ഇതുണ്ട്. അപ്പൊ ഒരു ഓട്ടോമാറ്റിക് കാറാണ് ഞാൻ മേടിച്ചത്. ആ കാർ മേടിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു. അതിന്റെ പിറ്റേ ദിവസം തന്നെ മംഗലാപുരം പോലെ സിറ്റിയിൽ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ എന്റെ ഇവിടുന്ന് വയനാട്ടിലേക്ക് 300 കിലോമീറ്റർ ആണ് ഉള്ളത്. അവിടെ വരെ ഞാൻ ഡ്രൈവിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരാള് എന്നെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് ഈ ഒരു കാർ സ്വന്തമായിട്ട് കാർ ഓടിക്കാനും പറ്റിയത് ഈ ഒരു ബിസിനസിന്റെ പവറാണ്. അപ്പൊ ഈ ഒരു കമ്പനിയുടെ പവറാണ്. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഗവൺമെന്റ് എംപ്ലോയീസ് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടായി. ട്രൈ ചെയ്തോണ്ട സമയത്ത്
എനിക്ക് മുമ്പ് കടയിലിരിക്കുന്ന സമയത്ത് എനിക്ക് ഗവൺമെന്റ് എംപ്ലോയീസ് ഇത് കിട്ടിയിട്ടുണ്ടായി, എനിക്ക് ഗവൺമെന്റ് ജോബ് കിട്ടിയിട്ടുണ്ടായി. എങ്ങനെ പറഞ്ഞാല് 2018 എന്നെ വിളിച്ചിട്ടുണ്ട് ഒരു ഇന്റർവ്യൂവിന്. കാസർഗോഡ് ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായി. ആ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് അവിടെ വികലാംഗരായ ആർക്കുള്ള ജോബാണ് അതോടെ. അപ്പൊ ഇന്റർവ്യൂ സമയത്ത് അവിടെ നിങ്ങൾ എന്തായാലും ഇന്റർവ്യൂവിന് വരണം. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ത് പറഞ്ഞാല് ആ ഒരു 2000 അപ്പൊ ബിസിനസ് ഒന്നും ഞാൻ ഇല്ലായിരുന്നു, പക്ഷെ എന്റെ കടയിലുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇന്റർവ്യൂ വിളിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ ആഗ്രഹിച്ചുണ്ടായി ഗവൺമെന്റ് ജോബ് കിട്ടണം, ഇങ്ങനെ കിട്ടണം, എന്റെ ഡ്രീം ആയിരുന്നു. അപ്പൊ ഈ ഇന്റർവ്യൂ വിളിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായി സന്തോഷമായി. എന്തായാലും എനിക്ക് ജോലി കിട്ടുന്നുണ്ടല്ലേ, ഞാൻ ഇന്റർവ്യൂ വിളിക്കുന്നുണ്ടല്ലേ, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ 24 പേരാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വികലാംഗരായിരുന്നു. പക്ഷെ ഞാനവിടെ ഇങ്ങനെ ഇന്റർവ്യൂ പോകുന്ന സമയത്ത് 10 മണിക്കാണ് അറ്റൻഡ് ചെയ്തത്. അപ്പൊ ചെയ്യുന്ന സമയത്ത് അവിടെ ചോദിച്ചു, ഒരു ഓഫീസറിന്റെ അടുത്ത് ചോദിച്ചു, എന്ന് പറഞ്ഞാല് ഈ ഇവിടെ എത്ര പേർക്കാണ് ഇത് ജോബ് കിട്ടുന്നത്, ജോലി എത്ര പേർക്കാണുള്ളത് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു എന്തായാലും 2 പേരെയാണ് പരിഗണിക്കുന്നത്. പക്ഷെ ആ ഒരു 2 പേരെ പണിക്കാർക്ക് എന്തായാലും ഇത് കിട്ടില്ല വിചാരിച്ചു. പക്ഷേ ഒരാളെ ഇന്റർവ്യൂ ചെയ്തു, എന്നെ ഇന്റർവ്യൂ ചെയ്തു. ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ അറിഞ്ഞിരിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാല് കന്നഡ മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. അതാണ് അവിടുത്തെ ക്രൈറ്റീരിയ. അപ്പൊ എനിക്കത് രണ്ടും അറിയാം. കന്നഡ ഞാൻ ഓൾറെഡി പഠിച്ചത് കന്നഡയാണ്, പക്ഷേ എനിക്ക് മലയാളം അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കേരള സ്കൂളിലാണ് പഠിച്ചത്, പക്ഷേ പഠിച്ചത് കന്നഡയാണ്, കന്നഡ ലാംഗ്വേജ് ആണ് ഫുൾ ആയിട്ട് പഠിച്ചത്. പക്ഷേ മലയാളം ഞാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഈ 2 മാസം ഇങ്ങനെ വേനൽക്കാല ലീവ് കിട്ടുമല്ലേ, ആ സമയത്ത് ഞാൻ മലയാളം എഴുതി പഠിച്ചിട്ടുണ്ട് വീട്ടിൽ. അത് എന്തുകൊണ്ട് പഠിക്കാൻ കാരണമുണ്ട്. എന്ത് പറഞ്ഞാൽ എനിക്ക് ഡ്രീമാണ് കേരളത്തിൽ ജോലി ചെയ്യണമെങ്കിൽ മലയാളം അറിഞ്ഞിരിക്കണം. അപ്പൊ ആ മലയാളം ഞാൻ ആത്മാർത്ഥത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്തായാലും ജോലിക്ക് എന്റെ ഡ്രീം ജോലി ആയിരുന്നു. അപ്പൊ എനിക്ക് അത് കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പഠിച്ചോണ്ടേ. അങ്ങനെ അത് രണ്ടും എനിക്ക് എഴുതാനും വായിക്കാനും അറിയാം. അങ്ങനെ ഞാൻ അവിടെ നന്നായിട്ട് ജഡ്ജിന്റെ അടുത്ത് പറഞ്ഞു, കന്നഡത്തിലുള്ള പേപ്പർ കാണിച്ചിട്ട് ഇത് നീ എഴുതിയിട്ട് കാണിക്കണം. അപ്പൊ ഞാൻ എഴുതി കാണിച്ചു. പിന്നെ മലയാളത്തിലുള്ളത് എഴുതി കാണിച്ചു. അങ്ങനെ നിനക്ക് എങ്ങനെയാണ് ഇത് വീട്ടിലേക്ക് പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ നടക്കുന്നത് എങ്ങനെ ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഓൾറെഡി സ്റ്റൂൾ പിടിച്ചാണ് ഇങ്ങനെ നടന്നുണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ട്. അപ്പൊ ഈ സ്റ്റൂൾ പിടിച്ചാണ് ആ ജഡ്ജിന്റെ ഓഫീസിൽ എത്തിയത്. അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ നടക്കുന്നുണ്ട്, സ്റ്റൂൾ പിടിച്ചാണ് ഞാൻ പോകുന്നത്, അങ്ങനെ പറഞ്ഞു. അങ്ങനെ അയാളെ ചോദിച്ചു, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്തായാലും ചെയ്യും പറഞ്ഞു. എന്തായാലും ചെയ്യാൻ പറ്റുമോ, എന്റെ ഡ്രീം ആയിരുന്നല്ലേ, എനിക്ക് എന്തായാലും ജോബ് കിട്ടണം പറഞ്ഞ ഡ്രീം ആയിരുന്നു. അപ്പൊ ഞാൻ ചെയ്യാൻ പറ്റും, എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ ചെയ്യും, അങ്ങനെയാണ് അയാൾ അടുത്ത് പറഞ്ഞത്. അപ്പൊ പോയിക്കൊന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വിട്ടു. പിന്നെ ഞാൻ എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ജോബ് എന്തായാലും കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷെ എനിക്ക് ആ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു ജോബിന് എനിക്ക് വിളിച്ചു. 2 പേർക്കാണ് ജോബ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്നെ അതിൽ സെലക്ട് ആയിട്ടുണ്ട് ഞാൻ ആ ജോബിന്. അപ്പൊ ഞാൻ അത് ജോബിന് വേണ്ടി ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ട് എല്ലാ ബയോഡാറ്റ കൊണ്ടിട്ട് അവിടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത സമയത്ത് 6 മാസത്തേക്കാണ് ആ ജോലി എനിക്ക് കിട്ടിയത്. അപ്പൊ എന്റെ വീട്ടിലെല്ലാം പറഞ്ഞിട്ടുണ്ടേ 6 മാസം ആദ്യം തരൂ, പിന്നെ ഫാമിലിയെല്ലാം പറഞ്ഞിട്ടുണ്ടേ പിന്നെ അത് പെർമനന്റ് ആക്കും. അപ്പൊ ഞാൻ ആത്മാർത്ഥമായി ജോലി ചെയ്തോണ്ടേ എന്തായാലും 6 മാസം അല്ലല്ലോ ഇത് പെർമനന്റ് ആയിട്ട് കിട്ടും പറഞ്ഞ അങ്ങനെ. അപ്പൊ 6 മാസത്തിന് ഒരു 3 ദിവസം മുമ്പ് എന്നെ വീണ്ടും അവിടുന്ന് എനിക്കൊരു മെമ്മോ വന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് പിരിയാനുള്ള സമയമായി, നിങ്ങളുടെ സമയം കാലാവധി കഴിഞ്ഞു, അപ്പൊ നിങ്ങൾ എന്തായാലും പിരിഞ്ഞിരിക്കണം. അങ്ങനെ ഞാൻ അവിടുന്ന് പിരിഞ്ഞു. വീണ്ടും ഞാനത് പച്ചക്കറി കടയിൽ തന്നെ വന്നിട്ടുണ്ടായി. അങ്ങനെ ആ സമയത്താണ് ഈ ബിസിനസ് എനിക്ക് കിട്ടിയത്. പിന്നീട് ഞാൻ TC റാങ്കിലേക്ക് എത്തിയ സമയത്ത് എനിക്ക് ആ ഒരു ജോബ് വീണ്ടും എനിക്ക് കിട്ടിയിട്ടുണ്ടായി. പറഞ്ഞെങ്കിൽ പെർമനന്റ് ആയിട്ട് നീ അത് വരണം പറഞ്ഞൊരു. അപ്പൊ ഞാൻ ആ ഒരു ജോബിന്റെ മെമ്മോ വന്നിട്ടാകുമ്പോ ഞാൻ ആ ഒരു ലെറ്റർ ഉണ്ടല്ലേ, ഞങ്ങളുടെ ഒരു ലീഡർ ഉണ്ടായി, ഒരു സുജിത് സാർ പറഞ്ഞ NTC റാങ്കിലുണ്ട് ഇപ്പൊ അയാള്. ആ ഒരു സാറിന് ഞാൻ ആ ഒരു മെമ്മോ അങ്ങനെ തന്നെ അയച്ചു കൊടുത്തു. അയച്ചു കൊടുക്കാനും കാരണമുണ്ട്. എന്ത് പറഞ്ഞാല് ആ സാറ് SBI ബാങ്കിൽ നിന്ന് ഓൾറെഡി റിസൈൻ ചെയ്തിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ ഞാൻ സാറിന് അയച്ചു കൊടുത്തപ്പോ സാറ് പറഞ്ഞു, അസ്രഫേ നിനക്ക് ജോലിക്ക് പോകുന്നത് പോകാതിരിക്കുന്നത് നിന്റെ ഇഷ്ടം, നിനക്ക് പറയാൻ എനിക്ക് ഒരു അവകാശമില്ല. പക്ഷേ ഈ ഒരു ബിസിനസ് ഞാൻ എന്തുകൊണ്ട് ആത്മാർത്ഥമായി ചെയ്യുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ SBI ബാങ്കിൽ നിന്ന് എന്തുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്ത് ഈ ഒരു ബിസിനസ് ആത്മാർത്ഥമായി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ, എനിക്ക് SBI ബാങ്കിൽ 27 വർഷം സർവീസ് ഉണ്ടായി. പക്ഷേ 27 വർഷം സർവീസിലും എനിക്ക് 27 വർഷം സർവീസ് ചെയ്ത് അവസാനമായിട്ട് എനിക്ക് കിട്ടുന്ന വരുമാനം പറഞ്ഞാൽ, ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ എനിക്കൊരു 4 കോടി റുപ്യോളം ഇതിൽ കിട്ടും. SBI ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടും മൊത്തമായിട്ട്. ഈ ജോയിൻ ചെയ്ത അന്ന് തൊട്ട് റിസൈൻ ചെയ്യുന്നവരെ എനിക്ക് കിട്ടും, റിട്ടയർഡ് ആകുന്നവരെ.
എനിക്ക് കിട്ടുന്ന വരുമാനമാണ്. അതേ ഒരു വരുമാനം ഈ ഒരു ബിസിനസ്, ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ കമ്പനിയിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്താൽ, സിസ്റ്റമാറ്റിക്കലായിട്ട് ഡെഡിക്കേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്താൽ, തീർച്ചയായിട്ടും ഇതൊരു 3-4 കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും ജോലിക്ക് പോകുന്നില്ല തീരുമാനിച്ചു. അവിടെ നിന്ന് ശക്തമായിട്ട് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാല് ഞങ്ങൾ വീട്ടിലെല്ലാം ഭയങ്കര നെഗറ്റീവ് ഉണ്ടായി ആദ്യ സമയത്ത്. ഈ ബിസിനസ്, ആ ജോലിക്ക് പോവാത്തത് ഭയങ്കര നെഗറ്റീവ്. എന്തിനാണത് വിട്ടത്, നല്ല ജോലിയല്ലേ, ഇത് പെർമനന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായില്ലേ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പൊ എനിക്ക് എന്റെ മനസ്സിലൊരു വാസി ഉണ്ടായി, വാസി വന്നു. എന്ത് പറഞ്ഞാല് ഇതൊന്ന് കാണിച്ചു കൊടുക്കണം, ഈ ബിസിനസ്സിന് എനിക്ക് കാണിച്ചു കൊടുക്കണം, അല്ലെ, ജോബ് വിട്ട് ഈ ബിസിനസ്സിന് എനിക്ക് എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഈ വീട്ടിൽ കുറെ ആൾ പറയുമ്പോൾ, നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ എന്തായാലും ഇതിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ഞാനാണ്, വീട്ടുകാരല്ല അല്ലേ. അപ്പൊ എനിക്കിത് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഇത് സംഭവം. അപ്പൊ ഇതിലൊന്ന് കാണിച്ചു കൊടുക്കണം പറഞ്ഞിട്ട് അതിനുശേഷമാണ് ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് ഇത്രയൊക്കെ അച്ചീവ്മെന്റ് എനിക്ക് നേടാൻ പറ്റിയത് ഈ ഒരു ബിസിനസ്സിലൂടെ. അപ്പൊ ഞാൻ പറയുന്നത്, ഒന്നുമില്ലാതെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത് കൊണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു ഫോൺ, നിങ്ങളോട് സംസാരിക്കുന്ന ഫോണിന്റെ വില എന്ന് പറഞ്ഞാൽ 1,10,10,000 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മുമ്പ് റീചാർജ് ചെയ്യുന്നതിന് എന്റെ അടുത്ത് 1 രൂപയും ഉണ്ടായിരുന്നില്ല. ഒരു റീചാർജ് തീർന്നാൽ പോലും എനിക്ക് 3 ദിവസമല്ലേ വേണ്ടി വരുന്നു റീചാർജ് ചെയ്യാൻ വേണ്ടി. ആരെങ്കിലും പറഞ്ഞിട്ട് വേണം റീചാർജ് ചെയ്യുന്ന പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ പൈസ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു നിലയിൽ നിന്ന് സ്വന്തമായിട്ട് ഇത്ര വലിയൊരു ഫോൺ മേടിക്കാൻ പറ്റിയത് ഈ ഒരു ബിസിനസ്സാണ്, ഈ ഒരു കമ്പനിയാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്ത് പറഞ്ഞാല്, ഇപ്പൊ എനിക്ക് നടക്കാൻ പറ്റില്ല അല്ലെ, നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലിരുന്നാലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. ഞങ്ങൾക്ക് പരിമിതികളുണ്ടാവും, കുറെ പരിമിതികളുണ്ടാവും. എന്ത് പറഞ്ഞാല് ഇപ്പൊ കുറെ ആൾ പറഞ്ഞു ഞാൻ പെണ്ണല്ലേ, എനിക്ക് പ്രായമായി, അതുപോലെ തന്നെ എനിക്കൊന്നും പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒരു പരാതി ഉണ്ടാവും അല്ലെ. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ പ്രശ്നങ്ങൾ ഞങ്ങളുമായിട്ട് വരുത്തുന്നതാണ്. പ്രശ്നങ്ങൾ ഒരിക്കലും അത് താനായിട്ട് വരില്ല, ഞങ്ങളായിട്ട് വരുത്തുന്നതാണ്. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാവർക്കും നല്ല പവർ ഉണ്ടാവും, മനസ്സിനുള്ളിൽ നല്ല ഇതുണ്ടാവും, പുറത്തെടുക്കാനുള്ള ഒരു ഇതുണ്ടാവും. പക്ഷെ പ്രശ്നങ്ങൾ എനിക്ക് നടക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണില്ല. പക്ഷെ ഇത് റിയാലിറ്റിയാണ് അല്ലെ, ഇത് റിയാലിറ്റി, ഇതൊരിക്കലും ശരിയാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ്. പക്ഷെ ഇത് റിയാലിറ്റി ആയിട്ട് ഞാൻ കാണും. അപ്പൊ ഈ റിയാലിറ്റി ഞങ്ങൾ ഒന്നിച്ചു പോയാൽ, ഇതിന്റെ കൂടെ ഞങ്ങൾ അതിജീവിച്ചു പോയാൽ, നിങ്ങൾക്ക് ഏത് നേട്ടം വരെ നേടാൻ പറ്റും. ഇപ്പൊ പ്രായമോ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏത് നിലയിലും പറയാൻ പറ്റും. ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്ന് പറഞ്ഞാൽ മെക്കി യൂജിക്ക് പറഞ്ഞിട്ട് ഒരു വ്യക്തിയുണ്ട്, യൂട്യൂബിൽ നിങ്ങൾ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അദ്ദേഹത്തിന് 2 കാലും 2 കൈയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ലോകത്തിൽ തന്നെ ഇപ്പൊ ആയ ഒരു വ്യക്തിയാണ്, മില്യണറിൽ ഒരാളായിട്ട് ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റോറി കേട്ടാൽ എന്ത് പറഞ്ഞാൽ, അദ്ദേഹം ചെറുപ്പകാലത്ത് പറഞ്ഞു വേണ്ടായിരുന്നു, ഒരു ബക്കറ്റ് വെള്ളം എടുക്കാൻ പറഞ്ഞ് ഈ ഒരു അപ്പൊ ഒരു ബക്കറ്റ് വെള്ളം എടുക്കാൻ പറഞ്ഞാൽ അച്ഛനടുത്ത്. അപ്പൊ അച്ഛൻ പറഞ്ഞു എന്തിനാണ്, അപ്പൊ പറഞ്ഞു ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് പറഞ്ഞിട്ട് കൊടുത്തപ്പോ അവർ പറഞ്ഞു ഈ ഒരു വെള്ളത്തിലേക്ക് ചാടിയിട്ട് എനിക്ക് മരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ എന്തിനാണ് അച്ഛൻ ചോദിച്ചു അയാളടുത്ത്, നീ എന്തിനാണ് ഇത് മരിക്കുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, എന്നെ ഈ ലോകത്തേക്ക് എന്തിനാണ് സൃഷ്ടിച്ചത്, ഒരു കൈയും കാലില്ലാതെ ഈ ലോകത്തേക്ക് ദൈവം സൃഷ്ടിച്ചല്ലേ, അതുകൊണ്ട് ഞാൻ ജീവിച്ചിട്ട് ഒരു പ്രയോജനമില്ല അല്ലെ, ഒരു കൈയും 2 കൈയും 2 കാലില്ലാത്ത ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? അയാൾ അങ്ങനെയാണ് ചോദിച്ചത്, പ്രയോജനമില്ല, പക്ഷെ ഞാൻ ഇതിൽ ചാടി മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ അച്ഛൻ തടഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കയ്യുമില്ല കാലുമില്ല അല്ലെ, ദൈവം തന്നിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് എന്താണ് തന്നത്? നിങ്ങൾക്ക് ദൈവം എന്തിനൊക്കെ തന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ച് നിനക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മില്യണറായിട്ട് കോടീശ്വരനായിട്ട് മാറാൻ പറ്റും എന്നാണ് അയാൾക്ക് പറഞ്ഞത്. അപ്പൊ അയാള് അത് അന്ന് മനസ്സിലാക്കി. അയാൾക്ക് നല്ല മനസ്സ് കൊടുത്തിട്ടുണ്ടായി അല്ലെ, നല്ല മനസ്സ്, മൈൻഡ് പവർ കൊടുത്തിട്ടുണ്ടായി. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ഇപ്പൊ ലോകത്തിൽ മില്യണറായിട്ട് ആയിട്ട് മാറിയ ഒരു വ്യക്തിയാണ് മെക്കി യൂജിക്ക് പറഞ്ഞിട്ട്. നിങ്ങൾ യൂട്യൂബിലെല്ലാം അടിച്ചാൽ അറിയാം. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളുടെ മൈൻഡ് സെറ്റാണ് നമ്മൾ തളർത്തുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, ഇതിൽ സക്സസ് ആണ് പറഞ്ഞ ആഗ്രഹമുണ്ടോ, അത് ഏത് നില വരെ എത്താൻ പറ്റും ഇതിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുത്താൽ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡ്രീം വെച്ചാൽ ആ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കൂ. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഞാൻ ആദ്യം ATS റാങ്കിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രസാദ് സാർ പറഞ്ഞിട്ട്, വയനാട്ടിലുള്ള വ്യക്തിയാണ്, ഞങ്ങളുടെ ടീമിലെ ഒരു അപ്ലൈൻ ലീഡറാണ് എന്റെ പ്രസാദ് സാർ. അയാളിപ്പോ ഗ്ലോബൽ ടീം കോർഡിനേറ്റർ ആയിരിക്കുന്നു ആ ഒരു ആള്. അപ്പൊ അയാളുടെ മകൾക്ക് ഒരു കല്യാണം ഉണ്ടായി.
വലിയ രീതിയിൽ കല്യാണം നടത്തി. അയാൾ കല്യാണത്തിന് പറഞ്ഞാൽ അയാൾ മുമ്പേ പറഞ്ഞുണ്ടായി, ഡ്രീം ഈ ബിസിനസ് ജോയിൻ ചെയ്ത സമയത്ത് അയാൾ പറഞ്ഞുണ്ട്, ഇത് മകളുടെ കല്യാണം നല്ല ആഡംബരമായി ചെയ്യണം പറഞ്ഞു, ഈ ബിസിനസ്സിലൂടെ നല്ലൊരു ഇതായി ചെയ്യണം പറഞ്ഞിട്ട്. അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞാൽ അയാള് ആദ്യം ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു ഈ ഒരു ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ്. ആ ടാക്സി ഡ്രൈവർ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു ബിസിനസ്സിൽ സമയത്ത് അയാള് മകൾ ഒരു ബർത്ത്ഡേക്ക് ഒരു കേക്ക് ചോദിച്ചപ്പോൾ അയാൾക്ക് കൊടുക്കാനും ഒരു ഉറുപ്പില്ലായിരുന്നു. അതേസമയത്ത് ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് അയാളെ മകളുടെ 22ാമത്തെ ബർത്ത്ഡേക്ക് അയാൾ ഒരു 15 ലക്ഷത്തിന്റെ കാർ മേടിച്ചു കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ അയാള് മകളുടെ കല്യാണത്തിന് പറഞ്ഞിട്ടുണ്ടായി, നീ ഏത് ജ്വല്ലറി കടയിലേക്ക് പോന്നു, ആ ജ്വല്ലറി നിനക്ക് ഇഷ്ടം പോലെ നിങ്ങൾ പൊന്നു മേടിച്ചോ, ഇത് സ്വർണം മേടിച്ചോ, ആ ഒരു ഞാൻ അതിന്റെ പൈസ കൊടുത്തോളാം. ആ മൈ ലൈഫ് സ്റ്റൈലിന്റെ പവർ കൊണ്ടാണ് അയാൾ പറഞ്ഞുണ്ടായി, ആദ്യം തൊട്ടേ പറഞ്ഞുണ്ടായി. അപ്പൊ അയാള് കല്യാണത്തിന് ഒരു ഫിക്സ് ചെയ്തിട്ടുണ്ടായി ഡിസംബർ 26, 2024 ഡിസംബർ 26 അയാൾ മകളുടെ കല്യാണം. ആ ഒരു സമയത്ത് 3 മാസം മുമ്പാണ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ATC റാങ്കിലുണ്ടായി. അപ്പൊ അവിടുന്ന് പറഞ്ഞതാണ്, നിങ്ങൾ ഈ ഒരു ആ ഒരു കല്യാണത്തിന് പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ DTC റാങ്കിലേക്ക് എത്തണം എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും തീരുമാനിച്ചു, ആ കല്യാണത്തിന് എന്തായാലും എനിക്ക് പങ്കെടുക്കണം. 1 മാസം കൊണ്ട് നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ലക്ഷ്യ പറഞ്ഞിട്ട്. ആ ഒരു പ്രോഗ്രാമിലേക്ക് എന്തെങ്കിലും ഒരു റാങ്ക് അച്ചീവർ ആയിട്ട് എനിക്ക് സ്റ്റേജിലേക്ക് കയറണം. അന്ന് ഞാൻ തീരുമാനിച്ചു, ആ കല്യാണത്തിന്റെ അന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പൊ അവിടുന്ന് 1 മാസമാണ് ഉള്ളത്. അപ്പൊ ഞാൻ ZTC റാങ്കിൽ എത്തിയിട്ടുണ്ടായി. പക്ഷെ അവിടുന്ന് 1 മാസം കൊണ്ട് ഞാൻ തീരുമാനിച്ചത് കൊണ്ട് എനിക്ക് ഡിസംബർ 26 ജനുവരി 26 എത്തുമ്പോഴേക്കും, ജനുവരി 25 എത്തുമ്പോഴേക്കും എനിക്ക് STC റാങ്കിലേക്ക് എത്താൻ പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊരിക്കലും പറഞ്ഞ കഥ എല്ലാം നേടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇതിൽ ചെയ്താൽ എന്തായാലും നേടാൻ പറ്റൂ. നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് മെയിൻ പ്രോഗ്രാം ഏതൊക്കെ പ്രോഗ്രാം, നിങ്ങൾ സെലിബ്രേഷൻ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും അല്ലെ, ആ പ്രോഗ്രാമിൽ എന്താ ഇപ്പൊ നെക്സസ് പ്രോഗ്രാം നടന്നല്ലേ, നെക്സസ് പ്രോഗ്രാം തീരുമാനിച്ച സമയത്ത് എനിക്ക് എന്തായാലും അവിടെ ഒരു അച്ചീവർ ആയിട്ട് സ്റ്റേജിലേക്ക് കയറണം എന്നാണ് എനിക്ക് അവിടെ ഇതായത്, ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായി. പക്ഷെ ആ ഒരു തീരുമാനത്തിന്റെ സമയത്ത് അവിടെ അച്ചീവർ ആണെങ്കിൽ 3 പെർഫോമൻസ് ബോണസ് അച്ചീവർ ആണ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പൊ ഞാൻ എന്തായാലും 1ാമത്തെ സ്ഥാനത്ത് അവിടെ കയറണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായി അവർ അച്ചീവർ ചെയ്യുന്ന ഇത് ഞാൻ ആ ഒരു നെക്സസ് പ്രോഗ്രാമിൽ. അപ്പൊ ആ ഒരു ഓടുന്ന സമയത്ത് എനിക്ക് അപ്പൊ കാറുണ്ടായില്ല, എന്റെ സ്കൂട്ടിയിലാണ് ഞാൻ പോയിക്കൊണ്ടേ. ആ ഒരു സമയത്ത് എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റി, ചെറുതായിട്ട് ഒരു ആക്സിഡന്റ് പറ്റി. എന്റെ വണ്ടിയിലേക്ക് വേറൊരു കുറച്ച് പയ്യന്മാർ ഇങ്ങനെ വന്നിട്ട് അടിച്ചു. അപ്പൊ ഞാൻ റോഡിലേക്ക് തെറിച്ചു. അങ്ങനെ എന്റെ കൈക്കും കാലിനും പരിക്കേറ്റ് ഞാൻ 1.5 മാസം കിടപ്പിലായി. ആ ഒരു 1.5 മാസം കിടപ്പിലാകുന്ന സമയത്ത് എനിക്ക് 1 ലക്ഷത്തിന് മുകളിൽ ഇൻകം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഈ ഒരു ടീമിന്റെ പവറാണ്. ആ ഒരു സമയത്ത് ഞാൻ പെർഫോമൻസ് ബോണസ് അച്ചീവർ ചെയ്തിട്ടുണ്ടായി. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നെക്സസ് പ്രോഗ്രാമിൽ 1ാം സ്ഥാനത്ത് ആ ഒരു സ്റ്റേജിൽ കിട്ടാൻ പറഞ്ഞ ആഗ്രഹം ഉണ്ടായി ഭയങ്കര. അപ്പൊ എനിക്ക് എന്തായാലും ആക്സിഡന്റ് ആയ സമയത്ത് പറ്റൂല എന്ന് തോന്നി. പക്ഷെ ഞാൻ എന്തായാലും പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ 1 മിനിറ്റ് പോലും അതിന് സമയം പാഴാക്കാതെ ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് എനിക്ക് ആ ഒരു സ്റ്റേജിൽ 2ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റി. ഞാൻ ഈ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായി. ആ ഒരു 2ാം സ്ഥാനത്തേക്ക് ആ ഒരു സ്റ്റേജിലേക്ക് എനിക്ക് എത്താൻ പറ്റി. അപ്പൊ ഞാൻ പറയുന്നത്, ഏത് പ്രോഗ്രാം വന്നാലും നിങ്ങൾ തീരുമാനിച്ചിരിക്കണം അല്ലെ, അവിടെ എത്തും പറഞ്ഞിട്ട്. ഞാൻ അച്ചീവർ ആയിട്ട് അവിടെ എത്തും തീരുമാനിച്ചാൽ എന്തായാലും തീരുമാനമാണ് നമ്മളെ ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പം അല്ലെ, ഞങ്ങളിപ്പോ കുറെ ആൾ പറയുന്നത് നിങ്ങളെല്ലാവരും പണിയെടുക്കുന്നുണ്ട് അല്ലെ, എല്ലാവരും പണിയെടുക്കുന്നത് എന്തിനു വേണ്ടി പണിയെടുക്കുന്നു, ആർക്ക് വേണ്ടി പണിയെടുക്കുന്നു ചോദിച്ചാൽ എല്ലാവരും പറയൂ ഞങ്ങൾ കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്നു അല്ലെ, എനിക്ക് വേണ്ടി പണിയെടുക്കൂ, എന്റെ കുടുംബത്തിന് വേണ്ടി പണിയെടുക്കും. ആര് ചോദിച്ചാൽ അങ്ങനെ തന്നെ പറയും, ഞാൻ ചോദിച്ചാൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കുടുംബത്തിന് പണിയെടുക്കും. ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഈ മൊബൈൽ എവിടെ നിന്നാണ് ഞങ്ങൾ മേടിക്കുന്നത് അല്ലെ, ഞങ്ങൾ തൊട്ടടുത്ത മൈജി സോപ്പോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പ് നിന്നാണ് മേടിക്കുന്നത്. ഈ ഒരു ഷോപ്പിലേക്ക് എവിടെ നിന്ന് വരുന്നത്? ആരെങ്കിലും ഫാക്ടറിയിൽ പോയിട്ട് മേടിക്കുവോ മൊബൈൽ? ഇല്ലല്ലേ. അപ്പൊ തൊട്ടടുത്ത ഷോപ്പിലാണ് മേടിക്കുന്നത്. അപ്പൊ തൊട്ടടുത്ത ഷോപ്പുകാരെ എന്ത് ചെയ്യും, ഒരു 1000 രൂപ കുറച്ച് നിങ്ങൾ തരും. അപ്പൊ 1000 രൂപ കുറച്ച് സമയത്ത് നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു 1000 രൂപ ലാഭം ഇല്ലാതെ അയാൾ 1000 രൂപ കുറച്ച് തരൂലല്ലേ, അയാളെ ലാഭം വെച്ച് തന്നെ തരും. പക്ഷെ അയാൾക്ക് കൊടുത്താലും അങ്ങനെ തന്നെ 1000 രൂപ ലാഭം വെച്ചിട്ടുണ്ടാവും. അങ്ങനെ തന്നെ അയാൾക്ക് അങ്ങനെ കുറെ ഇടനിലക്കാരുമായിട്ടാണ് അവിടെ എത്തുന്നത് അല്ലെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്ന സമയത്ത് പറയും നമ്മൾ ഫാമിലിക്ക് വേണ്ടി പണിയെടുക്കും. പക്ഷേ ഈ ഒരു മൊബൈൽ ഫോൺ തന്നെ ആ ഒരു ഷോപ്പിലേക്ക് എത്തണമെങ്കിൽ ഒരു വലിയൊരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ
ഒരു 1000 സാധനം ഞങ്ങൾ മേടിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു 300 സാധനമാണ് കിട്ടുന്നത്. പക്ഷെ ആ ഒരു ഞങ്ങൾ പണിയെടുത്ത് നമ്മൾ അധ്വാനിച്ച പൈസ, ഞങ്ങൾ ഡെയിലി പണിയെടുത്ത പൈസ അല്ലേ. അപ്പൊ നിങ്ങൾ പറയുന്നത് കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്നത്, പക്ഷെ ഒരിക്കലും അല്ല. പക്ഷെ ഞങ്ങളെ പൈസ കൊണ്ട് എത്രയോ ആൾക്കാർ ഈ വലിയ കോടീശ്വരനായിട്ട് മാറുന്നുണ്ട് അല്ലെ, ഇടനിലക്കാരും അഡ്വർടൈസ്മെന്റുകാരും. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് നമ്മളെ കുടുംബത്തിന്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അധ്വാനിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തുകൊണ്ട് ഞങ്ങൾ സക്സസ് ആവുന്നില്ല? ഞങ്ങൾ ഇപ്പം അംബാനിക്കും യൂസുഫ് അലിക്കും കൊടുത്തത് 24 മണിക്കൂർ തന്നെ, നമുക്ക് വന്നത് 24 മണിക്കൂർ തന്നെ. ഞങ്ങൾ പണിയെടുക്കുന്നുണ്ട്, അയാൾ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ അയാൾ കോടീശ്വരനായിട്ട് മാറുന്നുണ്ട്, ഞങ്ങൾ പാവപ്പെട്ടവരായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പറയുന്ന കമ്പനി ഒക്കെയാണ്, പ്രൊഡക്റ്റ് ഒക്കെയാണ്, എല്ലാം ഒക്കെയാണ്. ഇത് കമ്പനി ഒരു 15-ൽ നിന്ന് പ്രൊഡക്റ്റ് തുടങ്ങിയ പ്രൊഡക്റ്റ് ഇപ്പൊ ഒരു 170ഓളം പ്രൊഡക്റ്റ് ഉണ്ട് കമ്പനിയിൽ. അതുപോലെ തന്നെ കമ്പനി വലിയ നിലക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് കമ്പനി വലിയ നിലക്ക് ഇതിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ചെയ്തെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഈ ബിസിനസ് വരും, കമ്പനി വരും, എല്ലാം വരും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ല, ഞങ്ങൾ ഇതിൽ എന്ത് തീരുമാനിച്ചിട്ടുണ്ട്? ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും എല്ലാ ടീമുകളും. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ ഈ എനിക്കൊരു സമയമുണ്ട്. പറഞ്ഞെങ്കിൽ ഞാനൊരു 7 മണിക്ക് ഒരിടത്ത് ഇങ്ങനെ വരാന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്താണ്. അപ്പൊ എന്തായാലും ഓക്കെ. ഇപ്പൊ ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു.